ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ചോറോട് ഹിറ്റ് ആൻഡ് റൺ കേസിലെ പ്രതിക്ക് ജാമ്യം നൽകി കോടതി. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കൂ ഈ കൊടുത്ത ജാമ്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യം. കാരണം ചോറോട് ഹിറ്റ് ആൻഡ് റൺ കേസ് നടന്നിട്ടുള്ളത് ഫെബ്രുവരി 2024 എന്നാൽ ഈ ഇൻസിഡന്റിന് ശേഷം മാർച്ച് 2024 ഈ വ്യക്തി രാജ്യം കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. UAE-യിലേക്കാണ് കടന്നിട്ടുള്ളത്. UAE-യിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഫെബ്രുവരി 2025 കോയമ്പത്തൂരിൽ വെച്ചാണ് ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു വർഷത്തിന് ശേഷം. ഈ ഹിറ്റ് ആൻഡ് റൺ കേസിൽ നടന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടു പേരെയാണ് ഇടിച്ചിട്ടിട്ടുള്ളത്. അതായത് ഒരു വൃദ്ധയായ സ്ത്രീയെയും അവരുടെ കൊച്ചുമകളെയാണ് അടിച്ചിട്ടിട്ടുള്ളത്. അതിൽ ആ വൃദ്ധയായ സ്ത്രീ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും എന്നാൽ ഈ ഒരു കുട്ടിന്റെ കാര്യം എന്ന് പറയുന്നത് അതായത് ആ കുട്ടി ഇപ്പോഴും കോമ സ്റ്റേജിലാണ്. സാധാരണ രീതിയിൽ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ 80% ആളുകളും രക്ഷപ്പെടാനും വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനോ നോക്കുക. അതായത് ആ കേസ് ഹിറ്റ് ആൻഡ് റൺ കേസായിട്ട് മാറുക തന്നെ ചെയ്യും. എന്നാൽ ഒരു 20% ആളുകൾ മാത്രമേ അവിടെ വണ്ടി നിർത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഹോസ്പിറ്റലൊക്കെ എത്തിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ. ബാക്കിയുള്ള 80% പേരും അവിടെ നിന്ന് രക്ഷപ്പെടാനോ നോക്കുക. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഭയന്നിട്ട് തന്നെയാണ്. നാട്ടുകാർ തല്ലുമോ എന്നൊക്കെ വിചാരിച്ച് കേസസ് വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. എന്നാൽ ഒരു സാമാന്യ മര്യാദ പിറ്റേ ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു. അതും ചെയ്തില്ല. പോട്ടെ, പക്ഷെങ്കിൽ ഇതിനേക്കാളും വേറൊരു ക്രൈമും കൂടി ചെയ്തതിന് ശേഷമാണ് ഈ വ്യക്തി രാജ്യം കടന്നിട്ടുള്ളത്. ഫോർജറി, തട്ടിപ്പും കൂടി ചെയ്തിട്ടാണ് ഈ വ്യക്തി ഇവിടുന്ന് പോയിട്ടുള്ളത്. കാരണം ആക്സിഡന്റിന് ശേഷം വണ്ടി റിപ്പയർ ചെയ്യുകയും അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം, അതായത് ഫോർജറി നടത്തി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് ഇതിന് ശേഷമാണ് ഈ വ്യക്തി രാജ്യം കടന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം. കാരണം അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ ഇൻഷുറൻസും കൂടി ക്ലെയിം ചെയ്യാൻ ഒരിക്കലും നിൽക്കില്ലായിരുന്നു. ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് 2 കുറ്റകൃത്യങ്ങളാണ്. ഒന്ന് ഹിറ്റ് ആൻഡ് റൺ കേസ്, രണ്ടാമത്തത് ഫോർജറി. ഈ 2 കാര്യങ്ങളും സീരിയസ് ആയിട്ട് കണക്കാക്കപ്പെടേണ്ട കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ സീരിയസ്നെസ് കണ്ടതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ഡിസ്ട്രിക്ട് സെഷൻ കോടതി ആന്റിസിപ്പേറ്ററി ബെയിൽ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഈ വ്യക്തിക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക. കാരണം ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ജാമ്യം നൽകേണ്ടതുണ്ടോ, അത് ജാമ്യം നൽകിയത് ശരിയാണോ എന്നുള്ള ഒരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.